വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. എന്നിട്ട് ഇന്ന് ഗോവിന്ദൻ വീണ്ടും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാണ്. ഇപ്പോഴും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. സ്ഥാനാർത്ഥി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വീഡിയോ ഉണ്ട്, അത് പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും ഗോവിന്ദനെതിരായി. ഗോവിന്ദൻ പിന്നെ എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. വാ തുറന്നാൽ എന്തു വേണമെങ്കിലും പറയുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചല്ലോ, ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ചെയ്തത് ഒരു UDF-കാരനാണെങ്കിൽ അയാൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എന്റെ ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ല, വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർ ഞാൻ പോലീസിനെ വിളിച്ച് അന്വേഷിച്ചു, പോലീസ് കണ്ടിട്ടില്ല വീഡിയോ. അപ്പൊ വീഡിയോ എവിടെ? അപ്പൊ ഇപ്പൊ പറഞ്ഞു വീഡിയോ ഇല്ല. അപ്പൊ സ്ഥാനാർത്ഥി പറഞ്ഞു അത് പോസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, പോസ്റ്ററാണെങ്കിലും നമുക്ക് നോക്കാം, അശ്ലീല പോസ്റ്ററാണെന്ന് പറഞ്ഞത് നമുക്ക് നടപടിയെടുക്കാം. അങ്ങനെ പാടില്ലല്ലോ, ഞങ്ങളുടെ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളത് കൊട പിടിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. CPM ചെയ്യുന്ന പോലെ. അപ്പൊ CPM ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഞാൻ കണ്ടിട്ടില്ല പോസ്റ്റർ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോസ്റ്റർ? ഇവരാരും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പോസ്റ്റർ? പോലീസിന്റെ കയ്യിലും ഇല്ല ഈ പോസ്റ്റർ, പരാതി കൊടുത്തതിലും ഇല്ല. സാധാരണ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കും പോസ്റ്റർ. അങ്ങനെ ഒരു പോസ്റ്റർ ഇല്ല. ഇനി വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ PR ഏജൻസി ഈ പോസ്റ്റർ ഉണ്ടാക്കണം പുതിയതായിട്ട്. പോസ്റ്റർ ഇല്ല. അപ്പൊ എന്തൊരു കാപഢ്യമാണ്. ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ആഴ്ച വൈകാരികമായി വന്നിട്ട് ഗദ്ഗത കണ്ടയായി സംസാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ് പൊടിയുടെ അലർജി കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്, കരഞ്ഞതല്ല എന്ന് പറയും. എന്തൊരു കാപഢ്യമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുകയാണ് വടകരയിൽ നടന്നത് തെമ്മാടിത്താണെന്ന്. നമ്മൾ വിഷുവിന് ചിലപ്പോൾ പടക്കം പൊട്ടിച്ചിങ്ങനെ കുട്ടികളെ എറിയും, പടക്കം ചീറ്റിപ്പോവും. ആ ചീറ്റിപ്പോയ പടക്കം എടുത്തുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്ന പോലെയാണ് ഇന്ന് പിണറായി വിജയൻ ചീറ്റിപ്പോയ വടകരയിലെ പടക്കം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഇന്ന് പറയാ വടകരയിൽ നടന്ന തെമ്മാടിത്തരമാണ്. അത് ചീറ്റിപ്പോയതിന്റെ വിഷമമാണ് പറയുന്നത്. ഇവരൊക്കെ എന്തു വൃത്തികേടും പ്രചരിപ്പിക്കാനും പറയാനും മടിയില്ലാത്തവരായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു.